ഇതിൽ ഉണ്ടായിരുന്ന ഇന്ധനത്തിന്റെ അളവ്, കാരണം 9 മണിക്കൂർ തുടർച്ചയായി പറന്നാണ് ഈ വിമാനം ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് എത്തേണ്ടത്. അഹമ്മദാബാദിൽ നിന്ന് പറന്നു വരുമ്പോൾ ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ചിരുന്നു. തീർച്ചയായിട്ടും 1.25 ലക്ഷം ലിറ്റർ അതിനകത്ത് ഉണ്ടായിരുന്നു. അത് ഈ അപകടത്തിന്റെ വ്യാപ്തി അത്രത്തോളം തന്നെ വർദ്ധിപ്പിച്ചു. രണ്ടാമത്തേത് താപനിലയാണ്. ഇവർ ഈ തീ അണയ്ക്കാൻ വേണ്ടി അടിച്ചുകൊണ്ടിരുന്ന വെള്ളം പോലും അത്രത്തോളം ചൂട് ഉള്ള വെള്ളമായിരുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ദൃക്സാക്ഷികളും ഇവിടെ ഇന്നലെ തടിച്ചുകൂടിയവരും എല്ലാവരും നമ്മളോട് ഇന്ന് ഇപ്പോൾ രാവിലെ പ്രതികരിച്ചിരിക്കുന്നത്. അത്രത്തോളം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. മാത്രമല്ല, ഈ അപകടത്തിന് ശേഷം ഉണ്ടായ തുടർ സംഭവങ്ങൾ എല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അത്രത്തോളം വർദ്ധിപ്പിക്കാനായിട്ട് കാരണമായി എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി ഈ ദുരന്ത ഭൂമിയിലേക്ക് എയർ ഇന്ത്യയുടെ സിഇഒ തന്നെ, ക്യാമ്പൽ വിൽസൺ തന്നെ എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇവിടെ നേരിട്ടെത്തി കാര്യങ്ങൾ പരിശോധിച്ചു. അതിനുശേഷം ഈ മരിച്ചവരെ അവരുടെ മൃതശരീരങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ആശുപത്രിയിലേക്കും സിവിൽ ആശുപത്രിയിലേക്കും അദ്ദേഹം പോയിരുന്നു. അവിടെയും കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തി അവിടെയുള്ള മറ്റ് സന്ദർശനം നടത്തി അവിടെയുള്ളവരെ കണ്ട ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മറ്റ് കാര്യങ്ങൾ കൂടി കൂടുതൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നതും. അല്പസമയത്തിനകം തന്നെ ഉയർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരടക്കം പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അർജുൻ നൽകിയ വിവരം. നമുക്കറിയാം, ഈ ഒരു അപകടത്തിൽ ഈ ഒരു വിമാനം വന്ന് പതിച്ചത് ഒരു മെഡിക്കൽ കോളേജിന്റെ മെസ്സിലേക്കാണ്. കുട്ടികളൊക്കെ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് കൂടിയാണ് ഈ വിമാനം ഈ കെട്ടിടത്തിന് മേൽ പതിക്കുന്നത്. അതേപോലെ തന്നെ പ്രദേശവാസികളൊക്കെ സ്വാഭാവികമായിട്ടും ആ സമയം അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ അപകടത്തിൽ അങ്ങനെ ധാരാളം ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു NDRF സംഘത്തിന്റെ ടീം തന്നെ ഒരു അവസാന ലാപ്പിൽ എന്നോണം ഒരു നിരീക്ഷണം, ഒരു പരിശോധന കൂടി നടത്തുന്നുണ്ട് അവിടെ. അതേപോലെ തന്നെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ദുരന്ത സ്ഥലം സന്ദർശിക്കും.